ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തെ കുറച്ച് കല്യാണ വിശേഷങ്ങൾ കാണാം. ഇത് ചേട്ടൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. ലക്ഷ്മിയും ഗോകുലും ഇവർ രണ്ടുപേരും കല്യാണമായിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോയത്. അതിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത് കല്യാണത്തിന് 2 ദിവസം മുന്നേയുള്ള സംഗീത് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. നേരത്തെ അത് ഹൽദി എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ബന്ധുക്കളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണിതെല്ലാം. ഇത് ചേട്ടൻ്റെ മാമിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ബന്ധുക്കളെല്ലാവരും കൂടെ വരുമ്പോൾ കിട്ടുന്ന സന്തോഷവും ആ ഒരു ഒത്തുകൂടലും ഒക്കെ നമ്മൾക്ക് ഒരുപാട് മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ ഈ കല്യാണത്തിന് പോയത്. ഭയങ്കര രസമായിരുന്നു. നല്ല കളർഫുള്ള് ഡാൻസും പാട്ടും അങ്ങനെ ഉള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അന്ന്. റിസ്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മക്കളുടെ സ്കൂള് കുറച്ച് നഷ്ടമാവും. പിന്നെ ലേക്ക് നമ്മൾ പെറ്റ് ഹോമിലാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവളെ വിട്ടു നിൽക്കുന്നതിനുള്ള വിഷമമൊക്കെ ഞങ്ങൾക്കുണ്ട്. നമ്മൾ നോക്കുന്നതിലും ആവില്ലല്ലോ നമ്മളെവിടെ കൊണ്ടാക്കിയാലും. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഒരു വിഷമമാണ്. പക്ഷേ ഇത് അങ്ങോട്ട് കളയാനും വയ്യ ഈ സന്തോഷം. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേട്ടൻ്റെ കസിൻസാണ്. അവരെല്ലാവരും തന്നെ ഫോട്ടോ സെക്ഷൻ്റെ പുറകിലാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെയൊക്കെ തിരക്കിലാണ് എല്ലാവരും. ഭയങ്കര എൻജോയ് ആയിരുന്നു. ഇതായിരുന്നു അടുത്ത ആഴ്ചത്തെ കല്യാണത്തിലെ വധുവും വരനും. ഇവരുടെ കല്യാണത്തിന് ഞാനും മക്കളും പോയിട്ടില്ല. പക്ഷേ ചേട്ടൻ പോയി.
ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടുകാരായതുകൊണ്ട് തന്നെ എല്ലാ കല്യാണത്തിനും പോകുമ്പോൾ ആദ്യം കഴിക്കാൻ പോകുന്ന പോലെ ഇതിന് പറ്റില്ലല്ലോ. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയൊക്കെ നിന്ന് കുറച്ച് കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പതുക്കെ പിന്നെ കഴിക്കാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയത്. മെയിൻ ആഗ്രഹം ഇതായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലായിരുന്ന സമയത്ത് സദ്യ എന്നും കല്യാണത്തിന് പോയാൽ സദ്യയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിനോട് ഭയങ്കര ഒരു വെറുപ്പായിരുന്നു. അന്നൊരു വിലയില്ലാതായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൂരെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കണ്ണൂർ താമസത്തിന് പോയപ്പോഴത്തേക്കും സദ്യയുടെ വില എന്താണെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നാട്ടിലെ സദ്യ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കല്യാണം വന്നിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് അത് മെയിനായിട്ട് അതാണ് എൻ്റെ ഉദ്ദേശം, സദ്യ കഴിക്കുക. ഞങ്ങളങ്ങനെ കഴിക്കാനായിട്ട് കലവറയിലേക്ക് പോയി. അവിടെ അച്ഛൻ എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്ത് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഇത് ചേട്ടൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇങ്ങനെതാ മോനുമുണ്ട്, ചേട്ടൻ്റെ അനിയന്മാരാണിതെല്ലാം. അങ്ങനെ എല്ലാവരും കൂടെ മത്സരിച്ച് കഴിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സദ്യയായിരുന്നു. 5 ഐറ്റം പായസവും ബോളി അങ്ങനെ എല്ലാം. എത്ര കറികളാണെന്നൊന്നും എണ്ണിപ്പോലും നോക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് കറികൾ. ഞാൻ കുറേ കാലത്തിന് ശേഷം കഴിക്കുന്നതാണ് സദ്യ. അങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഞാൻ കഴിച്ചു. എന്ത് ടേസ്റ്റായിരുന്നു അത് കഴിക്കാൻ. അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാത്ത ആഹാരമാകുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു ഐറ്റം ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നില്ല. അങ്ങനെ ഞാൻ ആസ്വദിച്ച് പായസം എല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്ന കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ. അങ്ങനെ സദ്യയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ഗോകുലിൻ്റെ വീട്ടിൽ റിസപ്ഷന് വന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ബ്ലാക്ക് കളറിലുള്ള ഡ്രസ്സായിരുന്നു രണ്ടുപേരും ഇട്ടിരുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നേ, സൂപ്പറായിരുന്നു ആ ഡ്രസ്സ് കാണാനായിട്ട്. അവിടെ നല്ല പ്രോഗ്രാമെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫുഡെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. ഡാൻസ്, പാട്ട് ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചെക്കനോടും പെണ്ണിനോടും ഒക്കെ കുറച്ച് കാര്യങ്ങളും കുസൃതി ചോദ്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അതെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ആഹാരവും കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സും മാമനും മാമി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിരിയാൻ മനസ്സ് വരാതെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ വീടുകളിലേക്ക് യാത്രയായി. അപ്പോൾ അടുത്ത ഓണത്തിന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് യാത്രയായത്.